മഴക്കാല രോഗങ്ങൾ കൊണ്ട് അതിൻ്റെ ദുരിതങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ് നാം. എയർബോൺ ഡിസീസ് കഴിഞ്ഞു, വാട്ടർ ബോൺ ഡിസീസ് കഴിഞ്ഞു, മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് കൊതുക് വഴി പകരുന്ന രോഗം. ഈ കൊതുക് വഴി പകരുന്ന രോഗത്തിൽ മെയിനായിട്ട് 2 രോഗങ്ങളാണ്. ഒന്ന് മലേറിയ, ഒന്ന് ഡെങ്കിപ്പനി. മലേറിയ നമുക്കറിയാം, ഈഡിസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ പരത്തുന്നത്. അത് നമ്മുടെ നാട്ടിൽ മലേറിയ പരത്തുന്ന കൊതുകുകൾ നമ്മുടെ നാട്ടിൽ അധികമില്ല. നമുക്കറിയാം മറ്റ് സ്റ്റേറ്റുകളിൽ അതുപോലെ ആഫ്രിക്ക പോലുള്ള കൺട്രീസിൽ ഈ മലേറിയ വളരെ കോമൺ ആണ്. മലേറിയ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ആ സാധാരണ ഒരു മലേറിയ ഉണ്ട് നമ്മുടെ സാധാ സിസ്റ്റത്തെ ബാധിക്കുന്നത്. അതുപോലെ തന്നെ ബ്രെയിൻ ഫീവർ വരുത്തുന്ന മലേറിയ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നമുക്കധികം ചിന്തിക്കേണ്ടതില്ല. ഡെങ്കിപ്പനിയാണ് നമ്മുടെ നാട്ടിൽ കൊതുക് പരത്തുന്ന ഒരു മെയിൻ പനി. ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ശക്തമായ പനി ഉണ്ടാവാം, എക്സസീവ് ടയേർഡ്നെസ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയായി ബ്ലീഡിങ് സ്പോട്ട്സ് കാണും. അതിൽ ചില ഫ്ലാഗ് സൈൻസ് ഉണ്ട്. അത് ശക്തമായ വയറുവേദന, അതുപോലെ ഏതെങ്കിലും സൈറ്റിൽ നിന്നോ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ അല്ലെങ്കിൽ സ്കിൻ ബ്ലീഡുകളോ എന്തെങ്കിലും ശക്തമായ ഒരു ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് സൈനാണ്. ഇതെല്ലാം വരാൻ നോക്കിയിരിക്കരുത്. ശക്തമായ ക്ഷീണവും ഏതെങ്കിലും ബോഡി റാഷസും ശക്തമായ പനിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു സ്വയം ചികിത്സ ഒഴിവാക്കി ഒരു ഡോക്ടറുടെ അടുത്ത് സമീപിക്കുന്നത് നല്ലതാണ്. ഈ ഡെങ്കിപ്പനി നമുക്കറിയാം, ഒരു 3-ാം ദിവസമോ 4-ാം ദിവസമോ നമ്മൾ ബ്ലഡിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കൗണ്ട്, WBC കൗണ്ടൊക്കെ വളരെയധികം താഴും. അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെയധികം താഴും. ഈഡിസ് മൊസ്കിറ്റോസ് ആണ് ഈ ഡെങ്കിപ്പനി പരത്തുന്നത്. അതിൽ ഒരു വൈറസ് ബാധയാണിത്. ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ഈഡിസ് മൊസ്കിറ്റോസ് മിക്കവാറും ഈ ഡെങ്കിപ്പനി പരത്തുന്ന മൊസ്കിറ്റോസ് പകൽ കടിക്കുന്ന കൊതുകുകളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒത്തിരിയേറെ നമ്മൾ അവിടെ ഒരു കൊതുക് വരാതിരിക്കാൻ അല്ലെങ്കിൽ കൊതുക് മുട്ടയിടുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ചിരട്ട, അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ കുപ്പികൾ, ടയർ, ഇത്തരം ഉപയോഗശൂന്യമായ സാധനങ്ങൾ മഴയത്തിടാതിരിക്കുക. അതെല്ലാം മഴ നനയാതെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നത് നല്ലതാണ്. മഴക്കാലമായാൽ വീടിൻ്റെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക. ചപ്പുചവറുകളെല്ലാം അടിച്ചു കളഞ്ഞ് അവിടെയുള്ള എല്ലാ കാടുകളും വെട്ടിത്തെളിച്ച് വീടിൻ്റെ പരിസരം വൃത്തിയാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഈഡിസ് മൊസ്കിറ്റോസ് മുട്ടയിടുന്ന സ്ഥലങ്ങളും പകരുന്ന വിധമൊക്കെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന ചെറിയ വീടിനകത്തുള്ള പോണ്ടുകൾ, അതുപോലെ കുളങ്ങൾ, ഇതിലൊക്കെ ഗപ്പി, ഗംബൂസിയ പോലുള്ള ഫിഷ് ഐറ്റംസ് വളർത്തിയാൽ ഇതെല്ലാം കൊതുകിൻ്റെ കൂത്താടിയൊക്കെ തിന്ന് നശിപ്പിക്കും. ഇതൊരു ഡെങ്കിപ്പനിക്ക് വാക്സിനൊന്നുമില്ല, ഒരു വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസേ അല്ല. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. വീട്ടിൽ പകലുറക്കത്തിലായാലും രാത്രി ഉറക്കത്തിലായാലും കൊതുക് വല നിർബന്ധമായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫുൾ സ്ലീവായിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. ശരീരത്തിലൊക്കെ ഏതെങ്കിലും ഒരു ലേപനങ്ങൾ പുരട്ടുന്നത് നല്ലതാണ്. പക്ഷേ കൊതുക് കടിക്കാൻ ഈ ഒഡോമോസ് പോലെയുള്ള ഓയിൻമെൻറ്റ്സ് ഒക്കെ കടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് അത് മിക്കവാറും സ്കിന്നിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും അത് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് അതൊരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് അത്തരം ഓയിൻമെൻറ്റ്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ക്ലീൻ വാട്ടർ, ക്ലീൻ ഫുഡ്, അതുപോലെ തന്നെ കൊതുകിനെ തുരത്താനുള്ള, അതിന് മുട്ടയിടാനുള്ള എല്ലാ ഇടങ്ങളും ഒഴിവാക്കി ഹാൻഡ് വാഷ്
ഇഫക്റ്റീവായിട്ടുള്ള സാനിറ്റൈസേഷൻ, ഇതെല്ലാം കൊണ്ട് നമുക്ക് കുറേയൊക്കെ ഈ രോഗങ്ങളെ തടയാനായിട്ട് സാധിക്കും. കോൾഡ് ബാധിച്ച് അല്ലെങ്കിൽ പനി ബാധിച്ച് തൊണ്ടവേദനയുണ്ട് എങ്കിൽ ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുട്ടികളാണെങ്കിൽ കഴിവതും സ്കൂളിൽ ആ സമയത്ത് വിടാതിരിക്കുക. 2-3 ദിവസത്തെ റെസ്റ്റിന് ശേഷം അവർ അത് ഓക്കെ ആയി കഴിയുമ്പോൾ മാത്രം സ്കൂളിൽ വിടുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരോഗ്യവാന്മാരാക്കി പൊതുസമൂഹത്തിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ അമ്മമാർക്കും സാധിക്കും. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.